ഇന്ധന സെസ് വർധന ഉൾപ്പെടെയുള്ള നികുതി നിർദ്ദേശങ്ങളിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. തിരുവനന്തപുരത്തും പ്രതിഷേധമുണ്ടായി. പ്രതിഷേധിക്കാനെത്തിയ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കൂടുതൽ വിവരങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, തിരുവനന്തപുരത്ത് ഏത് തരത്തിലായിരുന്നു പ്രതിഷേധം? കിരൺ, ഇന്നും ഇന്ധനവില വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം അല്പസമയത്തിനുള്ളിൽ എത്തും. ഈ സമരത്തിന് മുന്നോടിയായി തന്നെ 2 മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ നിയമസഭയുടെ സമീപത്ത് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു. 3 പേരാണ് ഉണ്ടായിരുന്നത്. സാധാരണ ശങ്കർ പ്രതിമയുടെ അടുത്ത് ആണ് ബാരിക്കേഡ് ഉയർത്തി പോലീസ് ഈ പ്രതിഷേധ സമരങ്ങളെ തടയാറുണ്ട്. ഇതിനെ വ്യത്യസ്തമായി ഇന്നിപ്പോൾ മാസ്കോട്ട് ഹോട്ടലിന് സമീപത്തേക്ക് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയായിരുന്നു. വലിയ പോലീസ് സന്നാഹമാണ് ഇന്ന് നിയമസഭയ്ക്ക് ചുറ്റുമുള്ളത്. പ്രവർത്തകർ ഒരുപക്ഷെ നിയമസഭാ വളത്തിലേക്ക് കടക്കുമെന്ന സിവിൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വലിയ തോതിൽ പോലീസിനെ നിയമസഭയ്ക്ക് ചുറ്റും വിന്യസിച്ചിരുന്നത്. ഈ സമയത്താണ് 3 പ്രവർത്തകർ മാസ്കോട്ട് ഹോട്ടലിന് സമീപത്ത് എത്തിയത്. ഇവരിൽ 2 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒരാൾ അവിടെ നിന്ന് മാറി. അവർ ഇപ്പോൾ ആരോപിക്കുന്നത്, അതായത് മഹിളാ കോൺഗ്രസ് ആരോപിക്കുന്നത് UDFന്റെ ഒരു MLA കാണുന്നതിന് വേണ്ടി വന്ന പ്രവർത്തകരാണ്. ഇവരെയാണ് അകാരണമായി പോലീസ് കസ്റ്റഡിയിലെടുത്തതെന്ന ആരോപണമാണ് മഹിളാ കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്നത്. കിരൺ, ശരി. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഉമ്മൻചാണ്ടിയെ ഇന്ന് ബംഗളൂരുവിലേക്ക് മാറ്റില്ല. ന്യൂമോണിയയും പനിയും കുറഞ്ഞതായും ആന്റിബയോട്ടിക്കിനോട് പ്രതികരിക്കുന്നുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. കുടുംബാംഗങ്ങളുടെ കൂടി അഭിപ്രായം കേട്ട ശേഷമേ ആശുപത്രി മാറ്റം ഉണ്ടാകുമെന്നും ഡോക്ടർമാർ പ്രതികരിച്ചു. ഉമ്മൻചാണ്ടി സാറിൻ്റെ ആരോഗ്യസ്ഥിതി നല്ലോണം ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. സുഖം പ്രാപിച്ച് വരികയാണ് അദ്ദേഹം. ഇന്ന് രാവിലെ കുടുംബാംഗങ്ങളോടും ആരോഗ്യ പ്രവർത്തകരോടും എല്ലാം നന്നായി സംസാരിക്കുകയും പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സിന് അദ്ദേഹത്തിൻ്റെ ശരീരം പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ നല്ല രീതിയിൽ സുഖം പ്രാപിച്ച് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂമോണിയ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. പിന്നീട് പനിയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ ഒന്നും വന്നിട്ടില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യം നല്ല പൂർണ്ണമായി ആരോഗ്യം ഭേദമായതിനു ശേഷം തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് കുടുംബാംഗങ്ങളും ഗവൺമെൻറ്റും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമെന്നാണ് ആശുപത്രിയും തീരുമാനിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, എങ്ങനെയാണ് ഇപ്പോൾ ആരോഗ്യസ്ഥിതി? മെച്ചപ്പെട്ടതാണ്, പക്ഷേ ആശുപത്രി മാറ്റത്തിന് അനുയോജ്യമായ രീതിയിലേക്ക് അദ്ദേഹം എത്തിയില്ല. അങ്ങനെയാണോ നമുക്ക് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും. കാരണം അദ്ദേഹത്തിന് ശ്വാസന സഹായി അദ്ദേഹത്തിന് ഘടിപ്പിച്ചിരുന്നു. അതായത് ബൈപ്പാപ്പ് ഘടിപ്പിച്ചായിരുന്നു ഇന്ന് രാവിലെ വരെ അദ്ദേഹത്തിന് ശ്വാസം എടുക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്. പക്ഷെ അത് ഇന്ന് രാവിലെ മാറ്റിയിട്ടേ ഉള്ളൂ. കൂടാതെ അണുബാധയുടെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. പൂർണ്ണമായി കുറഞ്ഞിട്ടില്ല, അണുബാധയുടെ അളവ് കുറഞ്ഞു വരുന്നുണ്ട്. പക്ഷേ ഓക്സിജൻ ലെവൽ, രക്തത്തിലെ ഓക്സിജൻ ലെവലും സാധാരണ നിലയിലാവുകയും പനി കുറയുകയും ചെയ്തിട്ടുണ്ട്. അതാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്. മറ്റു അപകട നിലയൊന്നുമില്ല. വലിയ ആരോഗ്യ തന്നെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. അദ്ദേഹം ഇന്ന് രാവിലെ കുടുംബാംഗങ്ങളോട് സംസാരിക്കുകയും ചെയ്തു, ഡോക്ടർമാരോടും സംസാരിച്ചു. അതേസമയം പൂർണ്ണമായി ഈ ആന്റിബയോട്ടിക് കോഴ്സ് ചെയ്തതിനു ശേഷം മാത്രം ഇവിടെ നിന്ന് മാറ്റി തുടർ ചികിത്സയ്ക്ക് കൊണ്ടുപോയാൽ മതി എന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. അത് കുടുംബാംഗങ്ങൾ സർക്കാരിനെയും അറിയിച്ചു. അങ്ങനെയാണ് അത്തരമൊരു തീരുമാനത്തിലേക്ക് മെഡിക്കൽ ബോർഡും എത്തുന്നത്. കാരണം പൂർണ്ണ തോതിൽ മരുന്നുകളുടെ അളവ് ഇപ്പോൾ അദ്ദേഹത്തിന് ഈ ആന്റിബയോട്ടിക്കുകളോട് ശരീരം പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഒരു ആന്റിബയോട്ടിക് കോഴ്സ് തീരാൻ കുറച്ച് ദിവസം കൂടി എടുക്കും. അതുകൊണ്ട് തന്നെ അതിനുശേഷം മാത്രം തിരുവനന്തപുരത്ത് നിന്ന് ബാംഗ്ലൂരിലേക്ക് മാറ്റിയാൽ മതി എന്നാണ് തീരുമാനം. അത് ബന്ധുക്കളുടെ തീരുമാനം മെഡിക്കൽ ബോർഡിനെ അറിയിക്കുകയും മെഡിക്കൽ ബോർഡ് അത് അംഗീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വരും ദിവസങ്ങളിൽ 1-2 ദിവസം കൂടി അദ്ദേഹം ഇവിടെ തുടരും. എന്തായാലും ആരോഗ്യനില നല്ല രീതിയിൽ മെച്ചപ്പെട്ടു. 2 ദിവസം മുൻപ് ന്യൂമോണിയ ബാധിതനായി എത്തിയതെങ്കിലും ശ്വാസകോശത്തിന്റെ അണുബാധ ഒരു പരിധിവരെ ഇപ്പോൾ കുറഞ്ഞിട്ടുമുണ്ട്. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.
ഉമ്മൻചാണ്ടിക്ക് ചികിത്സ നിഷേധിച്ചെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി ചാണ്ടി ഉമ്മൻ. ജർമ്മനിയിലേക്ക് പോകാമെന്ന് പറഞ്ഞത് താനാണ്. ഇക്കുറി ജർമ്മനിയിൽ ലേസർ ശസ്ത്രക്രിയ നടത്തി. അസുഖം ഭേദമാകാൻ മരുന്നും പ്രാർത്ഥനയുമുണ്ടെന്നും ചാണ്ടി ഉമ്മൻ ന്യൂസ് 18നോട് പറഞ്ഞു. ന്യൂസ് 18 കേരളം എഡിറ്റർ പ്രദീപ് പിള്ളയുമായുള്ള അഭിമുഖത്തിലാണ് ചാണ്ടി ഉമ്മന്റെ പ്രതികരണം. ജർമ്മനി പോയപ്പം ഞാനും എൻ്റെ ഫാദറും മാത്രം. ഞാനാണ് അവിടെ കൊണ്ടുപോയത്, വേറെ ആരും കൊണ്ടുപോയിട്ടില്ല. 2 പ്രാവശ്യം അങ്ങനെ. ഈ പ്രാവശ്യം ജർമ്മനി പോയിട്ട് ഒരു ലേസർ സർജറി നടത്തി. അതൊരു ട്രീറ്റ്മെൻറ്റാണ്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഞാൻ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് HCG ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ ന്യൂമോണിയയുടെ തുടക്കമാണെന്നും 7 വർഷമായി തൊണ്ടയ്ക്ക് പ്രശ്നമുണ്ട്, അസ്വാസ്ഥ്യം വന്നും പോയും ഇരിക്കുന്നു. ജർമ്മനിയിൽ പോയപ്പോൾ ട്യൂമർ ഇല്ലെന്ന റിപ്പോർട്ട് ആണ് ലഭിച്ചതെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ന്യൂമോണിയയുടെ സ്റ്റാർട്ടിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കഴിഞ്ഞ ഒരു 3 മാസമായി HCG എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ഹോസ്പിറ്റൽ ഉണ്ട്. അവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടറിൻ്റെ മോണിറ്ററിങ്ങിലാണ് അദ്ദേഹം കൊടുക്കുന്ന മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പം സ്വാഭാവികമായിട്ടും ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന ന്യൂമോണിയാണ്. എൻഡോസ്കോപ്പിയിലൂടെയാണ് ഇത് ക്യാൻസർ എന്ന് പറയുന്നത്. അത് അടുത്ത മാസം നോക്കിയപ്പോൾ അത് കുറഞ്ഞിരിക്കുന്നു. സോ അതപ്പം ലൂക്കോപ്ലാക്കിയ എന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്ത മാസം കരോട്ടിസിസ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ മാറിയും മറിഞ്ഞും വന്നിട്ട് ഒരു ബയോപ്സി ചെയ്തപ്പം ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത ക്യാൻസർ ബയോപ്സി ചെയ്യേണ്ടി വന്നു. അടുത്ത ബയോപ്സിയിൽ ക്യാൻസറിൻ്റെ 0 സ്റ്റേജാണ്. അത് കഴിഞ്ഞ് ജർമ്മനി പോയപ്പം ട്യൂമർ ഇല്ല എന്ന റിപ്പോർട്ട് എനിക്ക് തന്നു. അതിനുശേഷം കോട്ടയം മെഡിക്കൽ കോളേജിലെ എൻ്റെ ഹോസ്പിറ്റലിൽ എൻഡോസ്കോപ്പ് ചെയ്തപ്പോൾ അവിടെയും ട്യൂമർ ഇല്ലാന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് വ്യാജ പ്രചരണം നടക്കുന്നുണ്ടെന്ന് ചാണ്ടി ഉമ്മൻ. വ്യാജരേഖ നിർമ്മിച്ച് ചിലർ പ്രചരിപ്പിക്കുന്നു. വ്യാജ പ്രചരണം കേട്ട് ആളുകൾ വീട്ടിൽ തുടരെയെത്തി. ആളുകൾ വന്നത് മൂലമാകാം ന്യൂമോണിയ വന്നത്. വയ്യാതാകുന്നതിന് തലേന്ന് വരെ ഉമ്മൻചാണ്ടി പ്രവർത്തന നിരതനായിരുന്നുവെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഗുരുതരമായ ആരോപണം ഞാൻ പറയുകയാണ്. ഒരു വ്യാജ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി സർക്കുലേറ്റ് ചെയ്തിരിക്കുക. ഫാദറിൻ്റെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ഒരു ഡോക്യുമെൻ്റ് സർക്കുലേറ്റ് ചെയ്യുന്നതിൽ നല്ലൊരു ശതമാനം സ്റ്റേജിങ് ഉൾപ്പെടെ വ്യാജമായി കൊടുത്തിരിക്കും. ഇതൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇവിടെ ഇടിച്ചു കയറുകയാണ്. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ന്യൂമോണിയ വന്നിരിക്കുന്നത്. ഈ മരണക്കിടക്ക എന്ന് പറഞ്ഞതിൻ്റെ തലേ ദിവസം ഞങ്ങളൊരു വീഡിയോ എടുത്തത് നിങ്ങൾ കണ്ടോന്നറിയില്ല. കണ്ടു. ഫേസ്ബുക്കിൽ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടത് അദ്ദേഹം ആ റൂമിൽ തൊട്ട് പുറകിലുള്ള റൂമിൽ ഇരുന്ന് ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. 15-20 മിനിറ്റ് ഒപ്പിട്ടുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായ ബോധത്തോടെ എല്ലാ പേപ്പറും വായിച്ചിട്ട് ഒപ്പിടുന്നു. സൗണ്ട് മോശമാണ്. സൗണ്ട് പ്രോബ്ലം ഉണ്ട്, ഇല്ല ഞാൻ പറയുന്നില്ല. അങ്ങനെയുള്ള ആളിങ്ങനെ ചെയ്യുമോ? ഇങ്ങനെ എന്തിനാണ് ഞങ്ങളോട് ദ്രോഹം ചെയ്യുന്നത്? ഞങ്ങൾ ആർക്കും ഒരു ട്രീറ്റ്മെൻറ്റ് നിഷേധിച്ചിട്ടില്ല. ഈ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത് മാത്രമല്ല, ഞങ്ങളുടെ പ്രതീക്ഷ എന്താണ്? ഞങ്ങളുടെ പ്രതീക്ഷ ഈ കൊടുക്കുന്ന മരുന്നുകൊണ്ട് ഇത് കുറയും. ഇത് കുറഞ്ഞു. ഞങ്ങളുടെ ഫാദറിൻ്റെ ഹെൽത്തിനെ കുറിച്ച് ഞങ്ങൾക്കല്ലാതെ ആർക്കാണ് ഇതിനെക്കാട്ടി കൺസേൺ? ഒരു മുട്ടുസൂചി പോലും അദ്ദേഹത്തിന് വേദനിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഇത് മൊത്തം ഞങ്ങൾ എടുക്കുന്നത്. അടുത്ത റിവ്യൂ 2-ാം തീയതി എത്തുന്നതിന് മുമ്പ് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ നിർണായകമായ CCTV ദൃശ്യങ്ങൾ പുറത്ത്. ഗായകൻ അനൂപും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാറും ആശുപത്രിയിൽ കൂടിക്കാഴ്ച നടത്തുന്നതാണ് ദൃശ്യം. കേസിൽ ഇടനിലക്കാരനെ തിരിച്ചറിഞ്ഞു. ഗായകൻ അനൂപിന്റെയും കുഞ്ഞിന്റെ യഥാർത്ഥ പിതാവിന്റെയും സുഹൃത്താണ് ഇടനില നിന്നത്. മ്യൂസിക് ട്രൂപ്പിലുള്ള ആളാണ് ഇയാളെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, കൂടുതൽ അനിൽകുമാറിന്റെ പങ്ക് വ്യക്തമാവുകയാണ്. അതോടൊപ്പം ഇടനിലക്കാരൻ ആരെന്നും തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. എന്താണ് ഈ കേസിന്റെ ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ? കിരൺ, പോലീസ് ഇതുവരെ നടത്തിയ അന്വേഷണത്തിലും അനിൽകുമാറിന് കൃത്യമായ പങ്ക് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഇയാൾ ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നുവെന്ന് വ്യക്തമാകുന്ന തരത്തിലുള്ള തെളിവുകളാണ് ലഭിച്ചിരുന്നത്. ഇതിൽ ഏറ്റവും നിർണായകമായതാണ് കഴിഞ്ഞ 31 ജനുവരി 31 അനിൽകുമാറും ഒപ്പം അനൂപും ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തുന്ന
ദൃശ്യങ്ങൾ. ഈ സ്ഥലത്തേക്ക് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ വരുന്ന ദൃശ്യങ്ങളുണ്ട്. അതിനുശേഷം അനൂപ് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ചെയ്യുന്നത്. അന്ന് തന്നെ ഈ വ്യാജമായി തയ്യാറാക്കിയ ജനന സർട്ടിഫിക്കറ്റ് അനിൽകുമാർ അനൂപിന് കൈമാറി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിന് പിന്നാലെയാണ് ചില സംശയങ്ങൾ താൽക്കാലിക ജീവനക്കാരിയായ രഹനയ്ക്കുണ്ടാവുകയും ലേബർ റൂമിൽ ഇത് സംബന്ധിച്ച അന്വേഷണം നടത്തുകയും ചെയ്ത് ലേബർ റൂമിലെ ഒരു നഴ്സാണ് പിന്നീട് കാര്യങ്ങൾ സൂപ്രണ്ടിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള തെളിവുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും കുട്ടിയുടെ ആദ്യ ജനന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയത് ഓഗസ്റ്റ് 22 ആണെങ്കിലും ഈ കുട്ടി ജനിച്ച 3-ാം ദിവസം ഈ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നും ഇടനിലക്കാരനായ ഈ പൊതു സുഹൃത്തിലേക്ക് കൈമാറുകയായിരുന്നു. ഈ സുഹൃത്താണ് പിന്നീട് അനൂപിന് കുട്ടിയെ എത്തിച്ചു കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇയാൾ അനൂപിന്റെ തന്നെ കൂടെ ഈ ഗാനമേളകളിലും മറ്റുമൊക്കെ ഈ സംഗീത പരിപാടികളിലും മറ്റും പങ്കെടുത്ത ഒരാളാണ്. അയാളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിലും ഈ ഘട്ടത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അവരെ ഏതാണ്ട് തത്വത്തിൽ പോലീസ് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യും. ഒപ്പം അനൂപിനെയും ഭാര്യയും കസ്റ്റഡിയിൽ എടുക്കുന്നതിനുള്ള നീക്കങ്ങളും പോലീസ് നടത്തുന്നതായാലും ഇവർ 3 പേരും ഈ പ്രതിയായ അനിൽകുമാറും അനൂപും ഭാര്യയും നിലവിൽ ഒളിവിലാണ്. അവർ ഇന്നലെ മുൻകൂർ ജാമ്യങ്ങൾക്കുള്ള ജാമ്യാപേക്ഷ സെഷൻസ് കോടതിയിൽ നൽകിയിരുന്നു. 3 പേരുടെയും ഹർജി ഒന്നിച്ചു പരിഗണിക്കുന്നതിനായി 10-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും ആ ജാമ്യ ഹർജിയിലെ വാദം കേട്ട ശേഷം ഒരു കടുത്ത ഒരു തെരച്ചിലിലേക്കോ അല്ലെങ്കിൽ ഇവരെ അടിയന്തരമായി കസ്റ്റഡിയിൽ എടുക്കാനുള്ള ഒരു നീക്കത്തിലേക്കും പോലീസ് കടക്കും. കിരൺ. ശരി, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. പന്തീരങ്കാവ് UAPA കേസിൽ NIAക്ക് തിരിച്ചടി. അലൻ ഷുഹൈബിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന NIAയുടെ ആവശ്യം കോടതി തള്ളി. കൊച്ചിയിലെ NIA കോടതിയാണ് ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം തള്ളിയത്. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥനാണ് ചേരുന്നത്. സുവി, NIAയുടെ ആവശ്യം തള്ളിയിരിക്കുകയാണ്. എന്താണ് കോടതിയിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ? കിരൺ, പന്തീരാങ്കാവ് UAPA കേസിൽ കനത്ത തിരിച്ചടിയാണ് NIAക്ക് ഉണ്ടായിരുന്നത്. അലൻ ഷുഹൈബ് ജാമ്യ വ്യവസ്ഥകൾ ലംഘിക്കുന്നു, അതിനാൽ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി കാരണങ്ങൾ നിരത്തിയാണ് NIA ഈ കാര്യം ഹർജി കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ കോടതി നിരാകരിക്കുകയായിരുന്നു. ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചു എന്നതിന് കൃത്യമായ തെളിവുകൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നൊരു നിരീക്ഷണത്തോടു കൂടിയാണ് കോടതിയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. അലൻ ഷുഹൈബിന് താൽക്കാലികമായ ഒരു ആശ്വാസമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അലൻ ഷുഹൈബ് നിരവധി FB പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നു, അത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ് എന്നാണ് ഒന്നാമത്തെ NIAയുടെ ആരോപണം. രണ്ടാമതായി പാലോട് ലോ ക്യാമ്പസിൽ നടന്ന സംഘർഷത്തിലും റാഗിങ്ങിലും അലൻ ഷുഹൈബിന് പങ്കുണ്ട്, ഇതും ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമാണ്. മൂന്നാമതായി അലൻ ഷുഹൈബിനെതിരെ ഇപ്പോൾ കൊടുത്ത പോലീസ് റിപ്പോർട്ട്, പാലോട് സംഘർഷത്തെ തുടർന്ന് നൽകിയ പോലീസ് റിപ്പോർട്ട്, ഈ 3 കാര്യങ്ങളായിരുന്നു പ്രധാനമായും NIA കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ ഇതെല്ലാം തന്നെ നിരാകരിക്കുകയായിരുന്നു. FB പോസ്റ്റ് ഷെയർ ചെയ്തു എന്നത് ഒരു ജാമ്യ വ്യവസ്ഥയുടെ റീഷെയർ ചെയ്യുകയാണ് ഉണ്ടായത്. അത് റീഷെയർ ചെയ്തു എന്നത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമായി കാണാൻ സാധിക്കില്ല എന്ന് കോടതി പറഞ്ഞു. ഒപ്പം തന്നെ ഈ റാഗിങ്ങും സംഘർഷവും അതും ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമായി കാണാൻ സാധിക്കില്ല. കാരണം അതിനുശേഷം പോലീസ് നൽകിയ റിപ്പോർട്ട്, ഈ ജാമ്യം ലഭിച്ചത് പുറത്തിറങ്ങിയതിനു ശേഷം പോലീസ് ഒരു ക്ലീൻ ചിറ്റ് നൽകുന്ന റിപ്പോർട്ടാണ് കോടതിയിൽ നൽകിയത്. അതിനുശേഷം ഈ സംഭവം ഉണ്ടായി എന്റെ തുടർച്ചയായി ഒരു പോലീസ് റിപ്പോർട്ട് NIA കോടതിയിൽ സമർപ്പിച്ചിരുന്നു. എന്തിനാണ് അത്തരത്തിലുള്ള ഒരു ഇരട്ടത്താപ്പ് പോലെ തോന്നുന്നു, അത് അത്രത്തോളം ന്യായീകരിക്കാൻ കഴിയുന്ന സംഗതിയല്ല എന്നാണ് ഈ വാർത്തയിലേക്ക് മടങ്ങി വരാൻ. കൊച്ചിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ്.
ഇന്ധന സെസ്സിന്റെ അടക്കമുള്ള വിഷയങ്ങളിൽ നികുതി വർധനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് എറണാകുളത്ത് നടത്തിയ
കൊച്ചിയിൽ കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധമാണ്. പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രതിഷേധക്കാരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നികുതി വർധനവിനെതിരെയാണ്, ബജറ്റിലെ നികുതി വർധന പ്രഖ്യാപനങ്ങൾക്കെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ സമരം നടക്കുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കൊച്ചിയിലെ കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ മാർച്ചിന് ശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്ന ദൃശ്യങ്ങളാണ്. ബജറ്റിലെ നികുതി വർധനവിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ കണയന്നൂർ താലൂക്ക് ഓഫീസിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചാണ് സംഘർഷത്തിൽ കലാശിക്കുകയും
പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തത്. ആദ്യം അറസ്റ്റ് ചെയ്ത് നീക്കിയവരെ ഈ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തകർ അവിടെ തുടരുന്നുമുണ്ട്. ഇപ്പോൾ കാണുന്നത് തിരുവനന്തപുരത്ത് നിയമസഭയിലേക്ക് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ്. ഒരു കാറ് കെട്ടി വലിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയ്ക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പഴയ ഒരു ബൈക്ക് നിയമസഭയ്ക്ക് മുന്നിൽ കൊണ്ടുവന്ന് കത്തിച്ചിരുന്നു. ഇന്നിപ്പോൾ ഒരു കാറ് കെട്ടി വലിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം നടത്തുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി നേരത്തെ എത്തിയ 2 മഹിളാ കോൺഗ്രസ് പ്രവർത്തകരെ നിയമസഭാ പരിസരത്ത് നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. തിരുവനന്തപുരത്ത് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിയമസഭയിലേക്ക് നടക്കുന്ന മാർച്ചാണ്. മാർച്ച് നിയമസഭയ്ക്ക് മുന്നിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയാണ്. ഒരു കാറ് കെട്ടി വലിച്ചുകൊണ്ടാണ് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ നിയമസഭയ്ക്ക് മുന്നിലേക്ക് എത്തിയത്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, തിരിഞ്ഞു നിൽക്കട്ടെ, ഇങ്ങ വാ. ഇങ്ങോട്ട് തിരിഞ്ഞില്ലേ, ഇങ്ങോട്ട് തിരിഞ്ഞില്ലേ, ഇങ്ങോട്ട് അങ്ങനെ വരും. മതി 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 അവിടെ കേരളമാകെ പിടിക്കുന്നു. ഇപ്പോൾ KPMSന്റെ മാർച്ചിന് നേരെയാണ് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധവും നടക്കുന്നത്.
സ്വകാര്യ സ്ഥാപനങ്ങളിലെ നിയമനത്തിന് സംവരണം ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി KPMS നടത്തുന്ന നിയമസഭാ മാർച്ചാണിപ്പോൾ. മാർച്ചിലേക്ക് പ്രവർത്തകരെ തടയാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ധന നികുതി വർധനയ്ക്കെതിരെയുള്ള സെസ്സിനെതിരെയുള്ള പ്രത്യേക മാർച്ച് നടക്കുന്നുണ്ട്. ഇപ്പോൾ KPMSന്റെ മാർച്ചിന് നേരെയാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. നിയമസഭയ്ക്ക് മുന്നിൽ ഒരേ സമയത്ത് 2 സമരങ്ങൾ നടക്കുകയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളടക്കം നിയമനത്തിന് സംവരണം ഏർപ്പെടുത്തുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KPMSഉം തൊട്ടടുത്ത് തന്നെ ഇന്ധന സെസ്സിനെതിരെ വനിതാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മാർച്ചുമാണ് നടക്കുന്നത്. നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് മഹിളാ കോൺഗ്രസിന്റെയും ഇന്ധന സെസ് അടക്കമുള്ള നികുതി വർധനയ്ക്കെതിരെയാണ് മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത്. മറ്റേത് KPMSന്റെ നേതൃത്വത്തിലായിരുന്നു സമരം. ആ സമരക്കാർക്ക് നേരെയാണ് നേരത്തെ ജലപീരങ്കി പ്രയോഗിച്ചത്.
പ്രധാനമായും വിദ്യാഭ്യാസ സ്ഥാപനം എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളടക്കമുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിലെ നിയമനത്തിന് സംവരണം ഏർപ്പെടുത്തുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് KPMS സമരം നടത്തിയത്. ഇന്ധന സെസ്സിനെതിരെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരം തുടരുകയാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്. സാധാരണക്കാരുടെ ജീവിതഭാരം കൂട്ടുന്ന മറ്റൊരു വാർത്ത കൂടിയാണ്. വായ്പ എടുത്തവർക്ക് എന്തായാലും വായ്പയ്ക്ക് അധിക പലിശ ഇനി അടയ്ക്കേണ്ടി വരും. റിസർവ് ബാങ്ക് ഹ്രസ്വകാല വായ്പയുടെ നിരക്ക് കൂട്ടിയിരിക്കുകയാണ്. റിപ്പോ നിരക്ക് 0.25% കൂട്ടിയിരിക്കുന്നത് 6.5% ഇതോടെ ഭവന വായ്പ, വാഹന വായ്പ, വ്യക്തിഗത വായ്പ ഇതിൻ്റെ എല്ലാം പലിശ 0.25% ഉയരും. വിവിധ വായ്പകളുടെ മാസ അടവ് തുകയും കൂടും. 3 ദിവസത്തെ RBIയുടെ പണനയ സമിതി യോഗത്തിന് ശേഷമാണ് RBI ഗവർണർ ശക്തികാന്ത് ദാസ് നിരക്ക് വർധന പ്രഖ്യാപിച്ചത്. On balance, the MPC was of the view that further calibrated monetary policy action is warranted to keep inflation expectations anchored, break the persistence of core inflation, and thereby strengthen the medium-term growth prospects. Accordingly, the MPC decided to raise policy repo rate by 25 basis points to 6.5%. The MPC will continue to maintain strong vigil on the evolving inflation outlook so as to ensure that it remains within the tolerance band and progressively aligns with the target. Inflation is expected to average 5.6% in the fourth quarter of 23-24, while the policy repo rate is after today's revision now stands at 6.5%. ജനങ്ങളുടെ മേൽ അധിക ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് വെള്ളക്കര വർധനവിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് 300 കോടി. എന്നാൽ വാട്ടർ അതോറിറ്റിക്ക് പിരിഞ്ഞു കിട്ടാനുള്ള കുടിശ്ശിക 5500 കോടിയാണ്. ഇതടക്കമുള്ള പ്രധാനപ്പെട്ട പല വാർത്തകളും വരാനുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഭൂകമ്പത്തിൽ തുർക്കി, സിറിയ എന്നിവിടങ്ങളിൽ മരിച്ചവരുടെ എണ്ണം 8000 കടന്നു. തുർക്കിയിൽ മാത്രം 6000-ഓളം പേരാണ് മരിച്ചത്. സിറിയയിലെ മരണസംഖ്യ 2000 കടന്നതായിട്ടാണ് വിവരം. തുർക്കിയിലെ ഭൂകമ്പത്തിൽ ടർക്കിഷ് ഫുട്ബോൾ താരം അഹമ്മദ് ഇയോബ് ടക്സ്ലാനും മരിച്ചു. തുർക്കിയിലെ നാശനഷ്ടത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് വ്യക്തമാക്കുന്ന സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? സിറിയയിൽ സർക്കാരിതര ഏജൻസികളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. വിമതരുടെ നിയന്ത്രണത്തിലുള്ള ഇദ്ലിസിൽ നിന്ന് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് ഒരു കുടുംബത്തിലെ 6 പേരെ ജീവനോടെ രക്ഷപ്പെടുത്തി. 2 മുതിർന്നവരും 4 കുട്ടികളും ഉൾപ്പെടെയുള്ളവരെയാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടന്ന ശേഷം മണിക്കൂറുകൾക്ക് ശേഷം പുറത്തെടുത്തത്. തുർക്കിയിലെയും സിറിയയിലെയും ദുരന്തഭൂമിയിൽ നിന്നും മനസ്സു പുലർത്തുന്ന ചിത്രങ്ങളാണ് പുറത്തുവരുന്നത്. പ്രതീക്ഷയേറ്റ് മരിച്ച മകളുടെ കൈപിടിച്ചിരിക്കുന്ന പിതാവും 17 മണിക്കൂർ തൻ്റെ സഹോദരനെ കോൺക്രീറ്റ് സ്ലാബിനുള്ളിൽ സംരക്ഷിച്ചു നിർത്തിയ 7 വയസ്സുകാരിയുമെല്ലാം ദുരന്തഭൂമിയിലെ നനവ് പടർത്തുന്ന പ്രതീകങ്ങളാണ്. ഈ റിപ്പോർട്ടോടുകൂടി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.